ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്കും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനും ഇ.ഡി. സമൻസ്. മാർച്ച് ആദ്യവാരം ഹാജരാകാനാണ് നിർദ്ദേശം. റാഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വളരെ പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ വരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഇപ്പോൾ ജാമ്യം കിട്ടിയിരുന്നു. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ തന്ത്രി കണ്ഠരര് രാജീവരെ തേടി ഇ.ഡിയുടെ സമൻസ് എത്തുന്നു എന്നുള്ളതാണ്. തന്ത്രി രാജീവ് കണ്ഠരർക്ക് ജാമ്യം കൊടുക്കുമ്പോൾ വിജിലൻസ് കോടതി പറഞ്ഞിരുന്നത് തെളിവിന്റെ ഒരു കണിക പോലും തന്ത്രി രാജീവ് കണ്ഠരയ്ക്കില്ല, എതിരെയില്ല. തന്ത്രി രാജീവ് കണ്ഠരരും പോറ്റിയും തമ്മിലുള്ള ഇടപാടുകൾക്കും തെളിവുകളൊന്നുമില്ല. അതുകൊണ്ടാണ് ജാമ്യം അനുവദിച്ചത്. സ്വാഭാവിക ജാമ്യമല്ല തന്ത്രി രാജീവ് കണ്ഠരയ്ക്ക് കിട്ടിയതെന്ന് ഓർമ്മിക്കുക. ഇപ്പോൾ രണ്ടുപേർക്കെതിരെ, എൻ വാസുവിനെതിരെയും ഒപ്പം തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെയും ഇ.ഡി. സമൻസ് വന്നിരിക്കുന്നു. മാർച്ച് ആദ്യവാരം ഹാജരാകാനാണ് നിർദ്ദേശം. റാഹീസ് റഷീദ് ഉണ്ട്. റാഹീസ് റഷീദ്, വെരി ഗുഡ് മോർണിംഗ് റാഹീസ്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. SIT കേസിൽ തെളിവുകളില്ലാത്തതുകൊണ്ട് ജാമ്യം കിട്ടി പുറത്തു വന്ന തന്ത്രി രാജീവ് കണ്ഠരരെ തേടി ഇ.ഡി. സമൻസ് എത്തുന്നു. ഒപ്പം CPM പ്രവർത്തകരായ മുൻ ദേവസ്വം പ്രസിഡന്റും കമ്മീഷണറുമായ എൻ വാസുവിനെതിരെയും ഇ.ഡി. സമൻസ് വരികയാണ്. രണ്ടുപേരും ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്താണ്. SITയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകളെയും ഇ.ഡി. വിളിച്ചു വരുത്തുന്നു എന്നതിനും അപ്പുറം എന്തെങ്കിലും മാനങ്ങളുണ്ടോ? റാഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, വലിയ വിജയമായി തന്ത്രിക്ക് ഈ കഴിഞ്ഞ ദിവസം കിട്ടിയ ജാമ്യാപേക്ഷയെ പ്രതിപക്ഷവും മറ്റും കാണുന്നുണ്ടായിരുന്നു. തന്ത്രിയും സ്വാഭാവികമായും 90 ദിവസം പൂർത്തിയാക്കാതെ ജാമ്യം കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു. അതിനിടയിലാണ് ഇ.ഡിയുടെ കുരുക്ക് തന്ത്രിക്ക് വരുന്നത്. ഈ മാർച്ച് മാസം 4-ാം തീയതി, നമ്മളിപ്പോൾ തന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചിരുന്നു. മാർച്ച് ആദ്യവാരം എന്നതിനപ്പുറം മാർച്ച് മാസം 4-ാം തീയതി ഹാജരാകാനുള്ള നോട്ടീസാണ് തന്ത്രി രാജീവ് കണ്ഠരർക്ക് കിട്ടിയിരിക്കുന്നത്. മാർച്ച് ആദ്യ ആഴ്ച തന്നെ ഹാജരാക്കണമെന്ന് എൻ വാസുവിനും നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഇ.ഡി. ഈ രണ്ടാളുകളും നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകൾ ഇ.ഡിയുടെ റഡാറിൽ നേരത്തെ തന്നെ വന്നിരുന്നു. SITയുടെ പ്രതിപട്ടികയിലുള്ള എല്ലാ ആളുകളെയും ഇ.ഡി ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തന്ത്രിയെ സംബന്ധിച്ച് തന്ത്രിയുടെ സാമ്പത്തിക വരുമാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് പോലും കൊല്ലം വിജിലൻസ് വിധിയിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ ജാമ്യം നൽകിയുള്ള ഉത്തരവിൽ കൃത്യമായി പറയുന്നത്. കാരണം തന്ത്രിക്ക് മണ്ഡലകാലത്ത് അത്ര വലിയ വരുമാനം കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആ സാഹചര്യത്തിൽ ഇ.ഡി ഈ കേസ് അന്വേഷിക്കാൻ പോയാൽ ഏതെങ്കിലും തരത്തിൽ തന്ത്രിയെ കുടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന കാര്യം അറിയണം. പ്രത്യേകിച്ച് ഇ.ഡിക്ക് മേൽ രാഷ്ട്രീയ ആരോപണം പല ഘട്ടത്തിലും ഉയർന്നു വന്നതാണ്. തന്ത്രിക്ക് അനുകൂലമായ നിലപാട് BJP എല്ലാ കാലത്തും എടുത്തിട്ടുണ്ട്. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലായ സമയത്ത് BJPയുടെ ആലപ്പുഴയിലെ ജില്ലാ പ്രസിഡന്റായ സന്ദീപ് വചസ്പതി തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. ഇന്നലെ പുറത്തിറങ്ങിയപ്പോൾ മുൻ ഗവർണറായിരുന്ന BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാളായ PS ശ്രീധരൻപിള്ള വീട്ടിൽ പോയി പിന്തുണ കൊടുക്കുന്നത് കണ്ടു. അതുകൊണ്ട് രാഷ്ട്രീയമായ ഒരു പിൻബലവും സ്വാഭാവികമായി ഇ.ഡിയും BJPയും ബന്ധമുണ്ടെന്നുള്ള ആരോപണമുള്ള സമയത്ത് അങ്ങനെ ഇ.ഡി ഇറങ്ങി തന്ത്രിയെ കുടുക്കും എന്ന് കരുതേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള നോട്ടീസായി ഇതിനെ കാണുന്നതായിരിക്കാം നല്ലത്. എൻ വാസുവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. സ്വാഭാവികമായും രാഷ്ട്രീയ ഇടപെടൽ മുൻ CPIM നേതാവെന്ന നിലയിൽ വാസുവിനെതിരെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. വാസുവിനും അനധികൃതമായ വലിയ സ്വത്താണ് ഉള്ളത് എന്നാണ് ഇ.ഡിക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വാസുവിനെയും നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. മാർച്ച് ആദ്യവാരം എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുപ്പിലേക്ക് കൂടി കടക്കുന്ന സമയം എന്ന പ്രത്യേകത കൂടിയുണ്ട്. അരുൺകുമാർ, റഹീസ്, ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ പത്തനംതിട്ടയിലെ ഒരു സ്വകാര്യ ബാങ്കിൽ തന്ത്രിക്ക് നിക്ഷേപമുണ്ട് എന്ന തരത്തിലുള്ള ആരോപണം ഉയർന്നിരുന്നു. പിന്നീട് അവിടെയല്ല, മറ്റൊരു ബാങ്കിൽ, കുന്നംകുളത്ത് എവിടെയുള്ളൊരു ബാങ്കിലാണ് കോടികളുടെ നിക്ഷേപമുള്ളത് എന്ന മട്ടിലുള്ള ചില വിവരങ്ങളുണ്ട്. ഇപ്പോൾ ഇ.ഡിക്ക് ലഭിച്ചിരിക്കുന്ന ചില സൂചനകൾ പ്രകാരം തന്ത്രിക്കും തന്ത്രിയുടെ കുടുംബത്തിനും ചില സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ കോടികളുടെ നിക്ഷേപമുണ്ട് എന്ന തരത്തിലുള്ള ചില വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കില്ലേ ഇപ്പോൾ ഈ സമൻസ്? ഉറപ്പായും അരുൺകുമാർ, അതുകൊണ്ടാണ് പല ബാങ്കുകളിൽ നിക്ഷേപം, തിരുവല്ലയിൽ ഒരു ബിൽഡിംഗ് അടക്കം തന്ത്രിക്കുണ്ട് എന്ന ആരോപണം പല ഘട്ടത്തിൽ ഉയർന്നു വന്നതാണ്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്ര വലിയ സ്വത്ത്
തന്ത്രിക്ക് എങ്ങനെ ഇത്ര വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ കഴിഞ്ഞു എന്നതായിരിക്കും ED നോക്കുക. പക്ഷേ തന്ത്രിയെ സംബന്ധിച്ച് തന്ത്രിയുടെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞതൊക്കെ അനുസരിച്ചാണെങ്കിൽ ശബരിമലയിലെ തന്ത്രി എന്ന നിലയിൽ മണ്ഡലകാലത്ത് വലിയ വരുമാനം, ഭക്തർ തന്ത്രിക്ക് കൊടുക്കുന്ന പണം അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ്. ആ തരത്തിൽ ഓരോ മണ്ഡലകാലം വരുമ്പോൾ തന്ത്രിമാർ മാറി മാറി രാജീവ് കണ്ഠരരും മഹേഷ് കണ്ഠരരും മാറി മാറി വരികയാണ്. അത് ഒന്നിടവിട്ട സമയത്ത് തന്ത്രിയായി രാജീവ് കണ്ഠരര് സന്നിധാനത്ത് ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് വലിയ പണം കിട്ടും എന്നതാണ് പറഞ്ഞത്. അത് തന്നെയായിരിക്കും ED ചോദ്യം ചെയ്യുമ്പോൾ തന്ത്രി പറയുക എന്ന് മനസ്സിലാക്കാം. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. വീണ്ടും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു വിവരം. സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയിലേക്ക് ED എത്തുന്നു എന്നുള്ളതാണ്. ഒപ്പം എൻ വാസുവിനും EDയുടെ സമൻസ് വന്നിരിക്കുന്നു എന്നുള്ള വാർത്ത. ഈ വാർത്തയും ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് റിപ്പോർട്ടറാണ്.